മനാഫിനിത് കേസുകാലമാണ്. മറ്റൊരു കേസ് കൂടി വരുന്നു. ശിരൂർ മണ്ണിടിച്ചിൽ മരിച്ച അർജുന്റെ ലോറി ഉടമ മനാഫിനെതിരെ കൂടുതൽ പരാതികൾ. 2.5 കോടി വിലമതിക്കുന്ന തടിമില്ല് തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നാണ് കോഴിക്കോട് പൊക്കുന്ന് സ്വദേശി ശശിധരന്റെ പരാതി. എന്നാൽ ശശിധരനാണ് കബളിപ്പിക്കുന്നതെന്ന് മനാഫ് പ്രതികരിച്ചു. കല്ലായിപ്പുഴയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന റാണിവുഡ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനം തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. ജില്ലാ കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചതോടെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും കെ വി ശശിധരനും മകൻ ഷിജിലും പറയുന്നു. ഭാര്യനോട് കഴിച്ചുകൂട്ടി പറഞ്ഞ് ഭർത്താവിനെയും മകനെയും നിങ്ങൾ അധികം കാണില്ലിട്ടോ എന്ന് പറഞ്ഞ് ഞാൻ കൊന്നുകളയും നടക്കണം. എന്നിട്ടാണ് ഞങ്ങൾ കസബ സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്തത്. കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിച്ചത് അവൻ്റെ ബാപ്പൻ്റെ മുതലായിട്ടാണ് കള്ളക്കേസ് കൊടുത്തത്. അത് നാരകശ്ശേരിനോട് അവൻ്റെ ബാപ്പ വാക്കാൽ ഷെഡ് വാങ്ങി നിന്നിട്ടാണ് കേസ് കൊടുക്കുന്നത്. വാക്കാൽ എന്നാൽ പിന്നെ എല്ലാവരും വാക്കാൽ ഇങ്ങനെ ഷെഡ് കൊടുക്കുകയാണെങ്കിൽ രജിസ്റ്റർ ഓഫീസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. താൽക്കാലിക നടത്തിപ്പിന് കൊടുത്ത മില്ല് പാരമ്പര്യമായി തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് മനാഫ് ശശിധരനെതിരെ കേസ് കൊടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന് റീസെൻ്റ്ലി കുറച്ച് അസുഖമെല്ലാം വന്നപ്പോൾ താൽക്കാലികമായി ഉപയോഗിക്കാനുള്ള ഒരു പരിമിത അവകാശം മാത്രം ഈ മനാഫ് എന്ന വ്യക്തിക്ക് നൽകി. ഇദ്ദേഹത്തിന് പരിമിതമായ അവകാശത്തോടു കൂടി കുറച്ച് മാസത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്ത ആളുടേതല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്വത്താണ് എന്ന നിലക്ക് കോടതിയിൽ ഒരു കളവായിട്ട് കേസ് കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങി. അതിനെതിരെ നമ്മൾ അപ്പീൽ പോയതിനു ശേഷം അവസാനമായിട്ട് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇത് ശശിധരൻ്റെ തന്നെയാണ്. അതുകൊണ്ട് ശശിധരൻ്റെ കൈവശം തന്നെ തൽക്കാലം നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കേസ് നിലവിലുള്ളത്. എന്നാൽ ശശിധരനും കുടുംബവും തന്നെ ചതിച്ചാണ് മില്ല് കൈക്കലാക്കിയതെന്നും നിയമ നടപടി തുടരുമെന്നും മനാഫ് പ്രതികരിച്ചു. അതിലെന്താന്ന് കഴിഞ്ഞാൽ അതിന്റെ മരമില്ലാണ്. അത് കേസ് കൊടുത്ത് ഞാൻ കേസ് വിജയിച്ച് നിൽക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കയറി ഞാൻ ഇനി നടത്തിയത് ഈ സമയത്ത് ഓരാണ് ഇപ്പൊ കയറി കൂടിയിരിക്കുന്നത്. എന്റെ കയ്യിൽ എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട്. ശശിധരനെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയ കേസിൽ അന്വേഷണം തുടരുകയാണ്. 24 കോഴിക്കോട്.